Today I am going to discuss about the last part of the video, how to take the BS out of business speak by Bob Wildfong. സോ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ കുറച്ച് ഇഡിയംസ് ഫ്രേസസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തതായിട്ട് സ്പീക്കർ പറയുകയാണ്. നെക്സ്റ്റ് ഹി ടെൽസ് അബൌട്ട് എ സിറ്റുവേഷൻ. ജസ്റ്റ് തിങ്ക് ദാറ്റ് ദർ ആർ സം പീപ്പിൾ ഹു ഡോണ്ട് നോ അബൌട്ട് ബേസ്ബോൾ ആൻഡ് ബൈബിൾ. കുറച്ച് മുമ്പ് പറഞ്ഞ ഫ്രേസസ് ഇഡിയംസ് അതൊക്കെ ചിലത് ഒന്ന് ബേസ്ബോളുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ്, ഒന്ന് ബൈബിളുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഈ പറയുന്ന ഓഡിയൻസിന് ആർക്കും ഈ ബേസ്ബോൾ എന്താണെന്നോ ബൈബിൾ എന്താണെന്നോ അറിയില്ല എന്ന് ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ബേസ്ബോൾ റിലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ബൈബിൾ റിലേറ്റ് ചെയ്യുന്ന ഈ ഇഡിയംസ് അവരുടെ മുമ്പിലേക്ക് എടുത്തിടുന്നത്. ഇങ്ങനെ റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പറയുകയാണ്, ഫ്രേസസ് ആയിട്ട് പറയുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒന്നും അറിയില്ല. അൺഅവെയർ ഓഫ് ദീസ് തിങ്സ്, എന്താണ് ഈ പറയുന്നത് എന്ന് വെറുതെ കേട്ടിരിക്കാൻ മാത്രമാണ് അവർക്ക് നിവർത്തിയുള്ളൂ, ഈ പറയുന്ന കാര്യങ്ങളൊന്നും അറിയാത്തവർക്ക്. നെക്സ്റ്റ് ദ സ്പീക്കർ ഇൻട്രൊഡ്യൂസ്ഡ് എ ഫ്രേസ് ഡ്രിങ്കിങ് എ കൂൾ എയ്ഡ്. അടുത്തത് വേറൊരു ഫ്രേസാണ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ഡ്രിങ്കിങ് എ കൂൾ എയ്ഡ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അക്സെപ്റ്റിംഗ് സംതിങ് വിത്തൗട്ട് ക്വസ്റ്റ്യൻ. അപ്പം നേരെ പറഞ്ഞാൽ അറിയാത്ത ആൾക്കാർക്ക് ഇതാണ് നിവർത്തിയുള്ളൂ. അക്സെപ്റ്റിംഗ് സംതിങ്, അത് അക്സെപ്റ്റ് ചെയ്യുക, ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ കേട്ടിരിക്കുക. ഹി ഡിസ്ക്രൈബ്സ് അബൌട്ട് ഇറ്റ്സ് ഒറിജിൻ. പിന്നെ ഡ്രിങ്കിങ് എ കൂൾ എയ്ഡ് എന്ന് പറയുന്ന ഈ പെർട്ടിക്കുലർ ഫ്രേസിൻ്റെ ഒറിജിനെ പറ്റിയിട്ടാണ് അടുത്തത് പറയുന്നത്. ഓക്കെ, ജിം ജോൺസ് വാസ് എ കൾട്ട് ലീഡർ. ജിം ജോൺസ് എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. കൾട്ട് ലീഡർ എന്ന് പറയുന്നത് ബിലോങ്സ് ടു ഒരു പെർട്ടിക്കുലർ കൾച്ചറിൽ പോപ്പുലാരിറ്റി നേടിയ ഒരു ആൾ. എ പോപ്പുലർ ഫിഗർ എന്നുള്ളൊരു മീനിങ് ആണ് ഈ കൾട്ട് ലീഡറിന് ഉള്ളത്. അപ്പോൾ ജിം ജോൺസ് അങ്ങനെ ഒരാളായിരുന്നു. അപ്പോൾ ജിം ജോൺസിൻ്റെ ഒരു ഐഡിയനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓൾ ഓഫ് ഹിസ് ഹൺഡ്രഡ്സ് ഓഫ് ഫോളോവേഴ്സ് ഹീസ് ഗിവിങ് എ ഡെലീഷ്യസ് ഡ്രിങ്ക്. ഒരു ഡെലീഷ്യസ് ആയിട്ടുള്ള ഡ്രിങ്ക് അയാളുടെ ഫോളോവേഴ്സിന് കൊടുക്കുവാണ്. ഹീ ഫ്ലേവേഴ്സ് ഇറ്റ് സംതിങ് കോൾഡ് ഫ്ലേവർ എയ്ഡ്. ഓക്കെ, വേറൊരു ഫ്ലേവർ അതിൽ ആഡ് ചെയ്യുന്നുണ്ട്, ഫ്ലേവർ എയ്ഡ് എന്ന് പേരിടുന്നു, വിച്ച് ഈസ് പോപ്പുലർ അറ്റ് ദ ടൈം ആൻഡ് ഇറ്റ്സ് ലേറ്റർ കൺഫ്യൂസ്ഡ് ഇൻ ദ ഹിസ്റ്ററി വിത്ത് മോസ്റ്റ് പോപ്പുലർ ഫ്ലേവേർഡ് ഡ്രിങ്ക് ഇൻ അമേരിക്ക കോൾഡ് കൂൾ എയ്ഡ്. ഇതാണ് പിന്നീട് കൂൾ എയ്ഡ്, KOOL എന്നാണ് സ്പെല്ലിംഗ് വീഡിയോയിലുള്ളത്. കൂൾ എയ്ഡ് എന്ന രീതിയിൽ അത് മാറുകയാണ്. അങ്ങനെയാണ് ഈ പെർട്ടിക്കുലർ ഫ്രേസിൻ്റെ ഒറിജിൻ. But Jim made a bad mistake with the Kool-Aid man. He laced it with cyanide. Hundreds of followers drink the cyanide and die. പക്ഷേ ഇവിടെ ജിം ഒരു മിസ്റ്റേക്ക് ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈനൈഡായിട്ട് മിക്സ് ചെയ്യുകയാണ്. അങ്ങനെ ഒരുപാട് ഇത് കഴിച്ച് ഒരുപാട് ഫോളോവേഴ്സ് അവിടെ മരണപ്പെടുകയാണ്. അപ്പോൾ അതിൽ നിന്നാണ് ഈ കൂൾ എയ്ഡ് എന്ന് പറയുന്ന ഒരു ഫ്രേസ്, അതിൻ്റെ പിന്നിലുള്ള സ്റ്റോറി ഇതാണ്. Then the reason for which he bring that up because a European audience may ask what is Kool-Aid. പിന്നെ ഇവിടെ എന്തിനാണ് ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റോറി എടുത്തിട്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കേട്ടിരിക്കുന്ന ഓഡിയൻസ് എല്ലാവർക്കും ഇത് അറിഞ്ഞോണമെന്നില്ല. കൂൾ-എയ്ഡ് എന്താണ്, ആരാണ് ജിം, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് അവരുടെ മനസ്സിൽ വന്നിട്ടുണ്ടാകാം. ഓക്കെ, അത് കാരണം പറഞ്ഞതാണ് എന്നാണ് ഇവിടെ സ്പീക്കർ പറയുന്നത്. ദർ ആർ അതർ BS ഫ്രേസസ് ഫാൾ ഇൻ ദിസ് കാറ്റഗറി. ഇനി അടുത്തത് സ്പീക്കർ ഒരുപാട് അതർ BS ഫ്രേസസ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. നെക്സ്റ്റ് ഹീസ് ടെല്ലിങ് അബൌട്ട് ടെഡ് ടോക്ക്. അപ്പോൾ ടെഡ് ടോക്ക് എന്നൊക്കെ കേൾക്കുമ്പം തുടക്കക്കാർക്ക് എന്താണ് ടെഡ് ടോക്ക്, അവിടെ എന്തൊക്കെ ടോപ്പിക്സാണ് മെയിനായിട്ടും പറയുക, എത്ര ദൈർഘ്യം ഉള്ളതായിരിക്കും, അതിൻ്റെ ഫൗണ്ടർ ആരാണ്, അങ്ങനെയൊക്കെ സെർച്ച് ചെയ്യാറുണ്ട്. അങ്ങനെ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ടെക്നോളജി, എൻ്റർടൈൻമെൻറ്റ് ആൻഡ് ഡിസൈൻ, അതിൻ്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് വെച്ചിട്ടാണ് ഈ ടെഡ് ടോക്ക്, അതിൻ്റെ TED വന്നത്, അങ്ങനെ കിട്ടും. Next, he is asked to think about the BS phrase piggyback. Piggyback എന്ന് പറയുന്ന ഒരു ഫ്രേസ് എല്ലാവരുടെ അടുത്തും ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അതിൻ്റെ ഒറിജിൻ സ്റ്റോറിനെ പറ്റിയിട്ടാണ് അടുത്തതായിട്ട് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിഗ് ബാക്ക്, PICK BACK അല്ലെങ്കിൽ പിഗ് പാക്ക്, അങ്ങനെ അതാണ് ശരിക്കും ഇപ്പോൾ
പിഗ്ഗി ബാക്ക് എന്ന് പറയുന്നത്. അത് മിസ്റ്റേക്കണായിട്ട് ഇതേപോലെ പിഗ്ഗി ബാക്ക് എന്നുള്ള രീതിയിൽ അതായത് അഡോപ്റ്റ് ചെയ്തതാണ്. ഓക്കെ, ഇറ്റ്സ് മിസ് പ്രൊനൗൺസിയേഷൻ ഇസ് അഡോപ്റ്റഡ് ആൻഡ് നൗ ഇറ്റ് മീൻസ് പിഗ്ഗി ബാക്ക്. ഈ പിഗ് ബാക്ക് എന്ന് അർത്ഥം അതിൻ്റെ ആ മീനിങ് ആണ് പിഗ്ഗി ബാക്കിന് ഉള്ളത്. നെക്സ്റ്റ് ഹി ഇസ് മെൻഷൻഡ് അബൌട്ട് സം കൾച്ചറൽ BS ടേംസ്. കുറച്ചധികം കൾച്ചർ വാരിയൻ്റ് ആയിട്ടുള്ള ബിസിനസ് സ്പീക്ക് ടേംസ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അമേരിക്കയിൽ ഇഫ് എ കമ്പനീസ് വിത്തൗട്ട് മണി, ഇപ്പോൾ ഒരു കമ്പനിക്ക് നഷ്ടത്തിലാണ്, അപ്പോൾ പൈസയൊന്നുമില്ല, അപ്പോൾ അവിടെ പറയുന്നത് ഇറ്റ്സ് ബ്രോക്ക് എന്നാണ്. ഓക്കെ, പക്ഷേ ഇറ്റലിയിലാണെങ്കിൽ സെയിം കണ്ടീഷന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻ ദ ഗ്രീൻ, അങ്ങനെയാണ്. ഓക്കെ, പക്ഷേ സ്പെയിനിലാണെങ്കിലോ ഇറ്റ് ഈസ് വിത്തൗട്ട് വൈറ്റ്. അമേരിക്കയിലാണെങ്കിൽ ഒരു ഫ്രേസ് യൂസ് ചെയ്യും, പക്ഷേ അതിൻ്റെ മീനിങ്ങിൽ നിന്ന് നമ്മൾക്ക് ലിറ്ററലി നോക്കുവാണെങ്കിൽ ഒരു ഡിഫറെൻറ്റ് മീനിങ് ആയിട്ട് തോന്നുന്നതാണ്. നമ്മൾ സ്പെയിനിൽ നോക്കുവാണെങ്കിലും അതേപോലെ ഓരോ രാജ്യത്ത് ഇറ്റലിയിലെ മീനിങ് നോക്കുവാണെങ്കിലും അതിൻ്റെ നമ്മൾ ലിറ്ററൽ മീനിങ് എടുക്കുമ്പോൾ കോമിക്കായിട്ട് നമ്മൾ തോന്നാറുണ്ട്. ഓക്കെ, വേറൊരു ടേമാണ് ഇനി പറയുന്നത്. അമേരിക്കയിൽ ഇഫ് യു ആർ ഡൂയിങ് എ വെരി ഈസി ടാസ്ക്, ഈസി ആയിട്ടുള്ളൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ നമ്മൾ പറയുന്നത് ഇറ്റ് വാസ് എ പീസ് ഓഫ് കേക്ക് എന്നാണ്. ഓക്കെ, പക്ഷേ ഇത് ന്യൂസിലാൻഡിലാണെങ്കിൽ എന്താണ് പറയുന്നത്? ബോബ്സ് യുവർ അങ്കിൾ. ഓക്കെ, അതേപോലെ ഒരു ഹാർഡ് സിറ്റുവേഷൻ, ഒരിക്കലും ചെയ്യാൻ പറ്റാത്തൊരു ജോലി എന്നുള്ള ആ കാര്യം ആണ് നമ്മളുടെ മുമ്പിലുള്ളത്. അപ്പോൾ അമേരിക്കയിൽ അതിനെപ്പറ്റി പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ അതിനെപ്പറ്റി പറയുന്നത് ഇറ്റ് വിൽ ഹാപ്പൻ വെൻ പിഗ്സ് ഫ്ലൈ. അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ നാട്ടിലെയൊക്കെ ഒരു ചൊല്ലുണ്ട്, ഡിഫിക്കൽട്ടായിട്ടൊരു സിറ്റുവേഷൻ ഹാപ്പൻ ചെയ്യണമെങ്കിൽ കാക്ക മലർന്ന് പറക്കണം എന്ന് പറയും. അപ്പോൾ ഈ എക്സാമ്പിളൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേർഡ് ടേക്ക് അവേ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ്. വേറൊരു സിറ്റുവേഷൻ പറയാണ്. നെതർലാൻഡ്സിൽ ഇഫ് എ ഡച്ച് വർക്കർ വുഡ് സേ വെൻ ദ കാഫ്സ് ഡാൻസ് ഓൺ ദ ഐസ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു ഡിഫിക്കൾട്ട് സിറ്റുവേഷൻ അതൊരിക്കലും നമുക്ക് സാധ്യമാവില്ല. അതിന് പറയുന്നത് വെൻ ദ കാഫ്സ് ഡാൻസ് ഇൻ ദ ഐസ് എന്നാണ്. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല എന്നുള്ളൊരു രീതിയിലാണ് അങ്ങനത്തെ ഒരു ഇഡിയം ഇവിടെ വന്നത്. റഷ്യയിലാണെങ്കിൽ വെൻ എ ക്രേ ഫിഷ് വിസിൽസ് ഫ്രം ദ മൗണ്ടെയിൻ ടോപ്പ്. അപ്പോൾ ഇതിനൊക്കെ ഒരു സെയിം മീനിങ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്തായിട്ട് പറയുന്നത് ഇൻ ജപ്പാൻ ഇഫ് യു ആർ ഡൂയിങ് എ വർക്ക് ടാസ്ക് ആൻഡ് യു നീഡ് എ ഹെൽപ്പ്. നമ്മളിപ്പോൾ ഒരു ജോലി ചെയ്യാണ്, ഒരു സഹായം വേണം. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വിൽ അഡോപ്റ്റ് ക്യാറ്റ് പോസ് എന്നാണ്. ഓക്കെ, നമ്മളൊരു വർക്ക് ടാസ്ക് ചെയ്യുകയാണ്, നമുക്കൊരു സഹായം വേണമെങ്കിൽ ഈ രീതിയിലാണ് പറയുക. അമേരിക്കയിലാണെങ്കിൽ നമുക്കൊരു ടാസ്ക് കിട്ടി, ഒരു ദിവസം ആ ഒരു ലോങ് ടേം പ്രൊജക്റ്റ് എൻഡ് ആവുകയാണ്. അപ്പോൾ അതിന് നമ്മൾ പറയുന്നത് ഇറ്റ്സ് എ ഡ്രോപ്പ് ഇൻ ദ ബക്കറ്റ് എന്നാണ്. ചൈനയിലാണെങ്കിൽ ഇറ്റ്സ് 9 cows ആൻഡ് ഓൺലി 1 cow thread എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒത്തിരി എക്സാമ്പിൾ സഹിതം ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ്, എങ്ങനെയാണ് കൾച്ചറൽ ഡിഫറൻസസ് ബിസിനസ് സ്പീക്കിനെ അഫക്റ്റ് ചെയ്തിട്ടുള്ളത് എന്ന്. അപ്പോൾ ഇവിടെ തേർഡ് ടേക്ക് അവേ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ BS മീനിങ്സ് ക്യാൻ ഗെറ്റ് ലോസ്റ്റ് ഇൻ ട്രാൻസ്ലേഷൻ ഡിപ്പെൻഡിങ് ഓൺ ദ ഓഡിയൻസ്. അപ്പോൾ ഓരോ കൾച്ചറൽ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ അവിടെ ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് ആയിരിക്കും, ഡിഫറെൻറ്റ് ലാംഗ്വേജ് ആയിരിക്കും. അപ്പോൾ അവിടെയൊക്കെ മീനിങ് പല കാര്യങ്ങൾക്കുള്ള BS അതിൻ്റെ മീനിങ് അതൊക്കെ ഡിഫറൻസ് വരാറുണ്ട്. അപ്പോൾ ഒരു ഇപ്പം നമ്മൾ ഇന്ത്യക്കാരാണ്, അപ്പം നമ്മൾ ഈ മേലെ പറയുന്ന സ്പെയിൻ, ജപ്പാൻ, ചൈന അവിടെ പറയുന്ന ഓരോ ഇഡിയംസൊക്കെ നമ്മളത് മീനിങ്ങിലേക്ക് നോക്കുവാണെങ്കിൽ വളരെ കോമിക്കായിട്ടുള്ള രീതിയിലേക്ക് അതിൻ്റെ മീനിങ്സൊക്കെ പോവാറുണ്ട്. ഓക്കെ, അപ്പോൾ അതോട് കൂടിയിട്ട് വീഡിയോ എൻഡ് ചെയ്യാണ്. അപ്പോൾ 3 ടേക്ക് അവേസ് ലാസ്റ്റ് ഈ വീഡിയോയിൽ ഒന്നും കൂടെ എടുത്തു പറയുന്നുണ്ട്. ആദ്യത്തേത് ഹൗ ടു ടേക്ക് ദ BS ഔട്ട് ഓഫ് ബിസിനസ് സ്പീക്ക്. അപ്പോൾ ആദ്യത്തെ ടേക്ക് അവേ യൂസ് BS ടു ബി ഇൻക്ലൂസീവ് ആൻഡ് നോട്ട് എക്സ്ക്ലൂസീവ്. ഓക്കെ, രണ്ടാമത്തത് എക്സ്പ്രസ് ഫ്രഷ് ഐഡിയാസ് വിത്തൗട്ട് സ്റ്റെയിൽ ബിസിനസ് ക്ലീഷേസ്. പിന്നെ അടുത്ത ലാസ്റ്റ് ടേക്ക് അവേ എന്ന് പറയുന്നത് BS മീനിങ്സ് ക്യാൻ ഗെറ്റ് ലോസ്റ്റ് ഇൻ ട്രാൻസ്ലേഷൻ ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഓഡിയൻസ്. അപ്പോൾ എല്ലാവർക്കും
മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.